സീറോ മലബാർ സഭയിൽ വിവരവും അറിവും ഡിഗ്രിയും ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, ഇത് ചെയ്യാൻ പറ്റിയ ആൾ. അതാണ് ഫാദർ ആബേൽ CMI. അദ്ദേഹം റോമിൽ പോയി തിയോളജി പഠിച്ചതിൽ ലിറ്റർജിയാണ് പഠിച്ചത്. അതായത് പബ്ലിക് ദൈവാരാധന എന്തായിരിക്കണം എന്നുള്ള സബ്ജക്റ്റാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹം റോമിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ കർദിനാൾ മാർ പാറേക്കാട്ടിൽ പറഞ്ഞു, അച്ഛാ നമുക്ക് നമ്മുടെ പഴയ സുറിയാനി കുർബാന അങ്ങനെ തന്നെ മലയാളത്തിലേക്ക് നല്ല ക്വാളിറ്റിയോടുകൂടി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആബേൽ അച്ഛൻ ചെയ്തു വെച്ച സാധനമാണ് ഇന്നും ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് ക്ലാസിക്കൽ ആയിട്ടിരിക്കുന്നത്. പിന്നീട് മറ്റേ സിറ്റുവേഷൻസ് വന്നു. അതിരൂപയിലുണ്ടായിരുന്ന അച്ഛന്മാർക്ക് പ്രാധാന്യം പോരാ, CMI ഫാദേഴ്സിനൊന്നും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയുള്ള ബാലിശമായ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ അതിനുശേഷം ആരാധനക്രമം മാറിയപ്പോൾ തദ്ദേവ് സരവിന്ദത്തച്ഛനും ജാക്സൺ എന്ന് പറയുന്ന ആംഗ്ലോ ഇന്ത്യൻ ലാറ്റിൻ കാത്തലിക്കും കൂടി ഉണ്ടാക്കിയ കുർബാനയാണ് അന്നാപസഹ തിരുനാളിൽ നിന്ന് നമ്മൾ ട്യൂൺ ചെയ്ത് പാടുന്നത്. അതേസമയം മങ്കുഴിക്കരി പിതാവ് പറഞ്ഞു, നമുക്ക് ചെറിയാൻ കുനിയന്തോടത്തച്ഛൻ ഒരു ഭാഷാ പണ്ഡിതനാണല്ലോ, അപ്പം അദ്ദേഹത്തെയും ചെറിയ അമൽദേവനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് താമരശ്ശേരിയിൽ ഉപയോഗിക്കാനായിട്ട് ഒരു കുർബാനയുടെ സെറ്റ് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ അച്ഛനും ഞാനും കൂടി ഉണ്ടാക്കിയ പാട്ടുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന ചില കഷ്ണങ്ങളാണ് ഇപ്പം എനിക്ക് പാടിത്തരുന്നത്. ആ കുർബാന അങ്ങനെ തന്നെ ഇപ്പോഴും ഉണ്ട്. വേറൊരു ഫോർ എക്സാമ്പിൾ ആ പാട് ഇങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത്. സ്നേഹവിരുദ്ധനായി രക്ഷകൻ വിളിക്കുന്നു. ഐ ഫോർഗോട്ട് ദ വേർഡ്സ്, ബട്ട് ഇറ്റ് ഇസ് സ്റ്റിൽ താമരശ്ശേരി പുസ്തകത്തിൽ ഇപ്പോഴും ഉണ്ട്. ആക്കണം. അപ്പോൾ ഇങ്ങനെ 2 കുർബാനകൾ അക്കാലത്തുണ്ടായി. പക്ഷേ എറണാകുളം അങ്കമാലി ഡയസിസ് ബീയിങ് ദ സ്ട്രോങ്, അതിനാണ് കൂടുതൽ എന്താ പറയുക പബ്ലിസിറ്റി കിട്ടിയത്. അതാണ് ഇപ്പോൾ കണ്ടിന്യൂ.